കുട്ടികളെ വളർത്തേണ്ടത് അടിച്ചും പേടിപ്പിച്ചുമാണെന്ന് കരുതിയിരുന്നവരാണ് പണ്ടുകാലത്തെ മാതാപിതാക്കളിൽ ഭൂരിഭാഗവും. ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരിൽ ഇത്തരം ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. അതൊക്കെ അനുഭവിച്ചതുകൊണ്ടാകാം നമ്മുടെ മക്കളുടെ കുരുന്നു മനസ്സിന് മുറിവേൽക്കരുതെന്ന് പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ രീതി തന്നെ മാറി. പുതിയ തലമുറയിലെ പല രക്ഷിതാക്കളും കുട്ടികളെ അടിക്കാനോ വഴക്കു പറയാനോ മുതിരാറില്ല. മക്കൾ വാശി പിടിക്കുമ്പോഴും വഴക്കിടുമ്പോഴും സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത്. മക്കളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അവർ തിരുത്താൻ തയ്യാറാകാറുണ്ടോ? ആലുവയിലെ 12-കാരിയുടെ കഥ ഇക്കാലത്ത് എല്ലാ മാതാപിതാക്കളും അറിയേണ്ടതാണ്. അവളുടെ സോഷ്യൽ മീഡിയ സൗഹൃദം വീട്ടിലറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും താക്കീത് നൽകിയതാണ്. പിന്നീട് എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്കൊരു പ്രണയമുണ്ടെന്നറിയുമ്പോൾ ആദ്യം മാതാപിതാക്കൾക്ക് എന്തായിരിക്കും തോന്നുക? സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ടാകുമല്ലേ? അവളെ വഴക്ക് പറയണോ അതോ സ്നേഹത്തോടെ തിരുത്തണോ എന്ന പല ചിന്തകളും ഉണ്ടാകും. ആലുവയിലെ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ചാറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മകളുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടിലറിഞ്ഞത്. അന്ന് അവൾക്ക് താക്കീത് നൽകിയതാണ്, ഫോൺ പിടിച്ചു വാങ്ങി വെച്ചതാണ്. എന്നാൽ മാതാപിതാക്കൾ അറിയാതെ അവൾ രഹസ്യമായി കാമുകനുമായി വീണ്ടും ചാറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം മകളെ വീട്ടിൽ നിന്ന് കാണാതായപ്പോഴാണ് അവൾ പ്രണയം തുടർന്നിരുന്ന കാര്യം വീട്ടുകാർ മനസ്സിലാക്കിയത്. ഈ കാലം ഒരു അപകടം പിടിച്ചതാണ് കേട്ടോ. ആ പെൺകുട്ടിയെ സൗഹൃദം നടിച്ച് പൂനെയിലേക്ക് കടത്തിക്കൊണ്ടുപോയ യുവാവിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊല്ലം ഓച്ചിറ സ്വദേശിയായ അഭിജിത്തിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പന്ത്രണ്ടുകാരിയുമായി കഴിഞ്ഞ കുറേ നാളുകളായി അടുപ്പമുണ്ടായിരുന്ന അഭിജിത്ത് ഇവരുമായി ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് പൂനെയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത്. പെൺകുട്ടിയെ ലൈംഗിക താൽപ്പര്യത്തോടെ സ്പർശിച്ചതിൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പിടിയിലായ അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് ആലുവ റൂറൽ പോലീസ് അറിയിച്ചു. 2023 കൊല്ലം ഓച്ചിറയിൽ ഇയാൾക്കെതിരെ മയക്കുമരുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുടുംബവുമായി അകന്നു കഴിയുന്ന ഇയാൾ മുനമ്പം ചെറായി ഭാഗങ്ങളിൽ ഐസ്ക്രീം കച്ചവടം നടത്തി വരികയായിരുന്നു. കൊച്ചിയിൽ ബസ് യാത്രയ്ക്കിടെയാണ് 12-കാരിയെ പരിചയപ്പെടുന്നതും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ID കൈമാറുന്നതും. തുടർന്ന് സൗഹൃദം നിലനിർത്തുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാൻ എന്ന പേരിൽ വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി ഇയാൾക്കൊപ്പം പോകുകയാണ് ഉണ്ടായത്. വീട്ടുകാരുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് ആലുവ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാം ID കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പിന്നീട് അഭിജിത്തിലേക്ക് എത്തിയത്. പൂനെയിലെത്തിയ ഇവർ ഡൽഹിയിലുള്ള ഒരു ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിൻ്റെ സഹായത്തോടെ അങ്ങോട്ട് കടക്കാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് മഹാരാഷ്ട്ര പോലീസിന്റെ കൂടി സഹായത്തോടെ ഇരുവരെയും കേരള പോലീസ് പിടികൂടുന്നത്. രണ്ടുപേരെയും ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് അടക്കമുള്ള സഹായങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അഭിജിത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. ഡൽഹിയിലേക്ക് വരാൻ നിർദ്ദേശിച്ച ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഭർത്താവിനോട് ഭയങ്കര സ്നേഹമുള്ള ഭാര്യമാരെ കാണാറില്ലേ? അവർ ഭക്ഷണം കഴിച്ചോ എന്നും വെള്ളം കുടിച്ചോ എന്നുമൊക്കെ എപ്പോഴും വിളിച്ചു ചോദിക്കുന്നവർ, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നവർ. കോഴിക്കോട് ഭർത്താവിന് ലഹരി എത്തിച്ചു നൽകിയ ഒരു ഭാര്യയെക്കുറിച്ചും കേട്ടു. ജയിലിൽ കഴിയുന്ന ഭർത്താവിന് നൽകാൻ എണ്ണക്കുപ്പിയിൽ ഹാഷിഷ് ഓയിലുമായി എത്തിയ യുവതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പിടിയിലായത്. പാരച്യൂട്ടിൻ്റെ കുപ്പിയിൽ 28 ഗ്രാം ഹാഷിഷ് ഓയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വയനാട് സ്വദേശിയായ അശ്വതിക്ക് പിടിവീഴുകയായിരുന്നു. രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായി ആശുപത്രിയിലെത്തി ചികിത്സയ്ക്കെത്തുന്ന തടവുകാർ വഴി ലഹരി മരുന്ന് ജയിലിലേക്ക് കടത്താനായിരുന്നു യുവതിയുടെ നീക്കം.
സിനിമാ കഥകളെ വെല്ലുന്ന ലഹരിക്കടത്ത് ആസൂത്രണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ കർശന പരിശോധനയിൽ പൊളിഞ്ഞു വീണത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായാണ് വയനാട് സ്വദേശിനിയായ അശ്വതി മെഡിക്കൽ കോളേജിലെത്തുന്നത്. എന്നാൽ രോഗിയെ പരിചരിക്കൽ ആയിരുന്നില്ല അശ്വതിയുടെ യഥാർത്ഥ ലക്ഷ്യം. ജയിലിൽ കഴിയുന്ന ഭർത്താവിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുക എന്നതായിരുന്നു അശ്വതിയുടെ പദ്ധതി. ആശുപത്രിയിലെ 41-ാം വാർഡിൽ കേന്ദ്രീകരിച്ച് ജയിലിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി എത്തിക്കുന്ന തടവുകാരെ കാത്തു നിൽക്കുകയായിരുന്നു അശ്വതി. ഈ തടവുകാർ വഴി ജയിലിനുള്ളിലേക്ക് ലഹരി കടത്താനായിരുന്നു പ്ലാൻ. എന്നാൽ അശ്വതിയുടെ സംശയാസ്പദമായ നീക്കങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടത് എണ്ണക്കുപ്പിയിൽ നിറച്ച 28 ഗ്രാം ഹാഷിഷ് ഓയിലാണ്. യുവതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ ജയിലിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ പാലക്കാട് ഒറ്റപ്പാലത്ത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന 2 യുവാക്കളെ പോലീസ് പിടികൂടി. ചുരങ്ങാട് സ്വദേശി മുഹമ്മദ് ഷഹീം, മുളത്തൂർ സ്വദേശി സദാനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും MDMAയും ഇലക്ട്രോണിക് ത്രാസും 2 മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരം. ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന നടന്നത്. ഇവർക്ക് മയക്കുമരുന്ന് എവിടെ നിന്ന് ലഭിക്കുന്നു, ആരൊക്കെയാണ് കണ്ണികൾ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്, പാലക്കാട്. ഓൺലൈൻ ഇടപാടിന്റെ കാലത്ത് എല്ലാം വിരൽത്തുമ്പിലുണ്ട്. ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും ഒക്കെ പലരും ആപ്പുകൾ വഴിയാണ് ബുക്ക് ചെയ്യാറുള്ളത് അല്ലേ? ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ വീടിന് മുന്നിൽ സാധനം എത്തും. ഇത് ഫുഡിന്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ലഹരി എത്തിക്കാനും ഡോർ ഡെലിവറി സംവിധാനമാണ്. ഓർഡർ അനുസരിച്ച് ആവശ്യപ്പെട്ട സ്ഥലത്ത് എത്തിക്കുന്നതാണ് രീതി. കൊച്ചി കേന്ദ്രീകരിച്ചാണ് ലഹരി ഇടപാടുകൾ. എറണാകുളം സൗത്തിലെ ഹോട്ടൽ മുറി വാടകയ്ക്കെടുത്ത് MDMA ഡോർ ഡെലിവറി ശൃംഖല നടത്തിയിരുന്ന യുവതിയും സുഹൃത്തും എക്സൈസിന്റെ പിടിയിലായി. ആലപ്പുഴ സ്വദേശികളായ മുഹമ്മദ് ഷാഫി, സരിത എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം സൗത്തിലെ ക്യൂൻസൺ ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു ഇരുവരുടെയും ലഹരി കച്ചവടം. ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ MDMA വാങ്ങിയ ശേഷം ഉപഭോക്താക്കളുടെ ഓർഡർ അനുസരിച്ച് ആവശ്യപ്പെട്ട സ്ഥലത്ത് എത്തിച്ചു നൽകുന്ന ഡോർ ഡെലിവറി സംവിധാനത്തിലൂടെയാണ് ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് അറിയിച്ചു. ഡ്രഗ് മാഫിയ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഐഡിയാസും ഡിസ്ട്രിബ്യൂഷനുമാണ് കൈകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തുക, അവർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളും അത്രയ്ക്ക് വളരെ വിജിലൻ്റായി വളരെ ആക്റ്റീവായിട്ട് പുറകിൽ അവരെ പോലെ തന്നെ ഫീൽഡിൽ ആക്റ്റീവായി നിന്നാൽ മാത്രമേ അത്തരം പുതിയ തന്ത്രങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രോപ്പിംഗ് സിസ്റ്റം കഴിഞ്ഞ ആഴ്ചകളിൽ അത്തരം ആളുകളെ കണ്ടെത്താനും കേസെടുക്കാനും എക്സൈസ് വകുപ്പിന് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ പരിപാടികൾ, കാരണം ഈ ഇന്റലിജൻസ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈ ഫീൽഡിലുള്ള ഇടപെടലുകളും പരിശോധനകളും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ കൂടെ ചേരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മാഫിയയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ സമ്പൂർണ്ണമായി അമർച്ച ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം. അടുത്തിടെ മുഹമ്മദ് ഷാഫി ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ചെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഹോട്ടലിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെ 65.27 ഗ്രാം MDMA ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തു. അന്ന് ഹോട്ടൽ മുറിയിൽ മുഹമ്മദ് ഷാഫി മാത്രമാണ് ഉണ്ടായിരുന്നത്. സഹപ്രതിയായ സരിത ആലപ്പുഴയിൽ ലഭിച്ച ഓർഡർ പ്രകാരം ലഹരി കൈമാറാൻ പോയിരുന്നതായി അന്വേഷണത്തിൽ പിന്നീട് വ്യക്തമായി. രാത്രി തിരിച്ചെത്തിയ സരിതയെയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ആലപ്പുഴയിലെ വീട്ടിലും MDMA സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പ്രതികൾ വെളിപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 28.76 ഗ്രാം MDMA കൂടി പിടിച്ചെടുത്തു. അന്വേഷണത്തിൽ 1 ഗ്രാം MDMA 4000 രൂപ നിരക്കിലാണ് പ്രതികൾ വിറ്റിരുന്നതെന്ന് കണ്ടെത്തി.
ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. കൂടുതൽ പേർക്ക് ഈ ശൃംഖലയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. അതേസമയം ആക്രിക്കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ പശ്ചിമ ബംഗാൾ സ്വദേശിയെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. വിൽപ്പനയ്ക്കായി ബസ്സിലെത്തിച്ച 20 കിലോ കഞ്ചാവുമായിട്ടാണ് മുർഷിദാബാദ് സ്വദേശി സിക്കന്ദർ മൊല്ല പിടിയിലായത്. ന്യൂസ് 18 കൊച്ചി. ലഹരി ഉപയോഗത്തിന് ഇൻസ്റ്റന്റ് വഴികൾ തേടുകയാണ് നമ്മുടെ കുട്ടികൾ. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ അവർക്ക് കയ്യെത്തും ദൂരത്താണ്. ഇൻസ്റ്റാമാർട്ടിൽ സ്കൂൾ കുട്ടികളാണ് പ്രീ റോൾ കോണുകളുടെ ആവശ്യക്കാരിലേറെയും. ഇത്തരത്തിലുള്ള എളുപ്പ വഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്ക് തള്ളിവിടുകയാണ്. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭമാണ്. എന്താണിതെന്നറിയാൻ ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലേക്ക്. സംസ്ഥാനത്ത് ലഹരിയുടെ അടിവേരിറക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് തൂഫാൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ലഹരി ഉപയോഗത്തിന് പുതിയ വഴികൾ തേടുന്നവർ കുറവല്ല. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇൻസ്റ്റന്റായി ലഹരി ഉപയോഗിക്കാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ കയ്യിലെത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒരർത്ഥത്തിൽ വലിയ ആശ്വാസമാണിത്. പക്ഷേ അവയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോൺ എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ തുറക്കപ്പെടും. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണ് ഇതെന്നറിയാൻ ഞങ്ങളും ഓർഡർ ചെയ്തു. 4 മിനിറ്റിൽ സാധനം കയ്യിൽ കിട്ടി. അല്പസമയം മുമ്പ് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകളുടെ ഉപയോഗം എന്താണ്? മെറ്റ AI പറയുന്നത് ഇങ്ങനെ: കൃത്യമായി കുറച്ചുകൂടി അവരുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോണുകളാക്കി മാറ്റിയ പേപ്പറുകളാണ്. ഈ രീതിയിലാണ് അത് കിട്ടുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലുള്ള കോണുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആളുകൾക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാനുള്ള വഴികളാണിപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി തുറന്നിരിക്കുന്നത്.
റോളുകൾ റെഡി. ഇനി ആരാണ് ഇത്തരം കോണുകൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ആരാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒരു ഡെലിവറി ബോയുടെ അനുഭവം കേൾക്കാം. മുമ്പ് ഈ കോൺ എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഒരു 3 മാസം. അതിന്റെ മുമ്പ് ഒരു പേപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് ഈ കോൺ എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അതിൽ വ്യക്തമായിട്ട് ആ പാക്ക് ഞങ്ങൾ ചാറ്റ് GPT കിട്ടും നോക്കുമ്പോൾ അത് പുകയില ഉൽപ്പന്നങ്ങൾ കുത്തി നിറച്ച് വലിക്കേണ്ട സാധനം തന്നെ. ഇത് സ്കൂൾ കുട്ടികളാണ് കൂടുതൽ. ഒരു ദിവസം ഞാൻ തന്നെ 2-3 പരമാവധി കൊടുക്കും. പെൺപിള്ളേരടക്കം സ്കൂൾ കുട്ടികളടക്കം. ഇന്ന് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ തുഫാനെ സമയം വിളിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കുട്ടികൾ കിട്ടിയില്ല. നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂസ് ആയിട്ട് കിട്ടിയില്ല. ഉണ്ടെങ്കിൽ കൈയോടെ വിളിച്ചിട്ട് പോയിട്ട് ഇന്ന് കൊടുത്ത ഒരു സ്കൂളിലായിരുന്നു ഞാൻ. ഒരു സ്കൂൾ പയ്യനായിരുന്നു കൊടുത്തത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഏകദേശം ഒരു വയസ്സ് ഏകദേശം 10-15 വയസ്സ് അത്രേ ആവുള്ളൂ. ഒരു പയ്യനെ കാണുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാഷ് ഓൺ ഡെലിവറി പറയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്റെ പറഞ്ഞ ID ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. ഇത് വ്യാപകമാണ്. ഇത് ഒരാൾ ഒരു 3-4 കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോറിൽ തന്നെ 50-60 പേരാണ് സ്റ്റാഫുകളാണ്. 24 മണിക്കൂർ തുറന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. 24 hours ആണ്. 10-20 ഈ നഗരത്തിൽ തന്നെ ഒരു 10-25 സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ എത്രത്തോളം പോകുന്നുണ്ടാവും, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഒരു പേപ്പർ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടി ആയിരുന്നു. പക്ഷെ നമുക്കത് പല കാര്യത്തിനും അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇതിനാണത് കൂടുതൽ ആൾക്കാർ. അതിൽ ചിത്രം ഉണ്ടായിരുന്നു. ഈ കഞ്ചാവല്ലേ, ചുരുട്ടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു. ആ കവറിന്റെ പുറത്ത് ഒരു ചുരുട്ട്, ഇങ്ങനെ സിനിമയിലെ കാണുന്ന പോലത്തെ ചുരുട്ടിന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതുള്ളത്. ഇപ്പൊ വളരെ ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗത്തിന് പുതുവഴികൾ തേടുകയാണ്. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ആഭ്യന്തരമന്ത്രി അറിയാനാണ് ലഹരിയുടെ ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറക്കപ്പെടുകയാണ്. അതും പൂട്ടണം, ആ വഴികളും തടയണം. VVR ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടികളെ അടിച്ചും ശകാരിച്ചും അച്ചടക്കം പഠിപ്പിക്കാമെന്ന് കരുതുന്ന ചില അധ്യാപകരുണ്ട്. എന്നാൽ സഹപാഠികളുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയും വഴക്കു പറയുകയും ചെയ്യുമ്പോൾ അത് ആ കുരുന്നുകളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്നറിയാമോ? ഇപ്പോഴും പ്രാകൃതമായ ശിക്ഷാരീതികൾ നടപ്പാക്കുന്ന ചില അധ്യാപകരെ കുറിച്ചാണ് പറയുന്നത്. തൃശൂർ വരവൂരിൽ നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ് അധ്യാപകൻ 9ാം ക്ലാസ്സുകാരനെ ചൂരലുകൊണ്ട് കൈ അടിച്ചു പൊട്ടിച്ചത്. വിദ്യാർത്ഥികൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വലിയ വിവാദമായി. ഇതോടെ അധ്യാപകൻ മണികണ്ഠനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരാഴ്ച മുൻപാണ് സംഭവമുണ്ടായത്. ക്ലാസ് മുറിയിൽ വെച്ച് നിസ്സാര കാര്യത്തിനാണ് 9ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ സോഷ്യൽ സയൻസ് അധ്യാപകൻ തല്ലിച്ചതച്ചതെന്നാണ് പരാതി. ബെഞ്ചിലിരുന്ന് എഴുതുന്നതിനിടെ താഴെ വീണുപോയ പേനയുടെ ക്യാപ്പ് എടുക്കാനായി ബെഞ്ചിൽ നിന്ന് മുന്നോട്ട് എത്തി നോക്കിയതിനാണ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചത്. അല്പം ഉയരം കുറവുള്ള കുട്ടി മുന്നിലേക്ക് തെറിച്ചുപോയ പേനയുടെ അടപ്പെടുക്കാൻ എത്തി നോക്കിയത് അധ്യാപകനെ പെട്ടെന്ന് പ്രകോപിപ്പിക്കുകയായിരുന്നു. വരവൂർ സ്വദേശിയായ മണികണ്ഠൻ എന്ന അധ്യാപകനാണ് കുട്ടിയോട് ഈ അതിക്രമം കാട്ടിയതെന്ന് പരാതിയിൽ പറയുന്നു. ഈ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു. വരവൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ ഇയാൾ പതിവായി വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരം മൃഗീയമായ ശിക്ഷാരീതികൾ പ്രയോഗിക്കാറുണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത്. അധ്യാപകന്റെ അതിരുകടന്ന മർദ്ദനവും ക്രൂരതയും പതിവായതോടെ സഹികെട്ട സഹപാഠികൾ തന്നെയാണ് മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. മർദ്ദനമേറ്റ വിവരം കുട്ടി വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിലും കുട്ടികൾ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നത്. ഈ അധ്യാപകനെതിരെ മുൻപും നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക സ്ഥിരീകരിച്ചു. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി.
കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച അധ്യാപകനെതിരെ ബാലാവകാശ കമ്മീഷനിലും പോലീസിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികളുടെ കുടുംബം. കുറ്റക്കാരനായ അധ്യാപകനെതിരെ കർശന നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ന്യൂസ് 18 തൃശൂർ. നമ്മുടെ കുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നിയമ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് ശക്തമായ ശിക്ഷ നൽകിയാൽ കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെയും തടയാൻ കഴിയും. പോക്സോ കേസുകളിൽ പ്രതികളോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഇടുക്കിയിലെയും മൂവാറ്റുപുഴയിലെയും 2 കേസുകളിൽ കോടതി വിധിച്ചത് മാതൃകാപരമായ ശിക്ഷയാണ്. മൂവാറ്റുപുഴയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉറ്റ ബന്ധുവിനും, ഇടുക്കി കൂട്ടാറിലെ പോക്സോ കേസിൽ 23-കാരനും 20 വർഷം കഠിന തടവാണ് ശിക്ഷ. ലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ വാളകം സ്വദേശിയായ യുവാവ് പിടിയിലായത്. ഇയാൾ കുട്ടിയെ വർഷങ്ങളോളം ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ഭയം കാരണം ആദ്യം കുട്ടി ആരോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. പിന്നീട് സ്കൂളിലെ കൗൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ 2019 മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിക്കെതിരെ പോലീസ് ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ കേസിൽ വിചാരണയും വിധിയും വരാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഒടുവിൽ 7 വർഷത്തിന് ശേഷമാണ് പ്രതി വാളകം സ്വദേശിയായ 40-കാരൻ കുറ്റക്കാരനെന്ന് വിധിച്ചത്. പോക്സോ വകുപ്പ് 6 പ്രകാരം ഓരോ കുറ്റത്തിനും 20 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം അധിക കഠിന തടവും അനുഭവിക്കണമെന്നും മൂവാറ്റുപുഴ പോക്സോ കോടതിയുടെ ഉത്തരവിലുണ്ട്. ഇടുക്കി കൂട്ടാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കൂട്ടാർ സ്വദേശിയായ 23-കാരൻ ആരോമലിനെതിരെയാണ് കട്ടപ്പന പോക്സോ കോടതിയുടെ നടപടി. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയുടെ സുഹൃത്തായ പ്രതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് പരാതി. ന്യൂസ് 18 കോതമംഗലം, ഇടുക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഗർഭിണികളെ കേരളത്തിലെത്തിച്ച് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്ന മാഫിയയ്ക്ക് പിന്നിൽ ആരാണ്? ഓൺലൈൻ വഴി മാത്രമാണോ ഇടപാടുകൾ? സംഭവത്തിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഏജന്റുമാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതിനിടെ കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ കോട്ടയത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. 6 മാസം മുൻപ് കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ തൊടുപുഴ കേന്ദ്രീകരിച്ചാണ് പുതിയ കേസിന്റെ അന്വേഷണം. കേവലം തീക്കോയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പല്ല നവജാത ശിശു വിൽപ്പനയിൽ ഉണ്ടായതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് പുതിയ കേസ് അന്വേഷിക്കുക തൊടുപുഴയിൽ. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് തൊടുപുഴയിലേക്ക് കൈമാറുന്നത്. 6 മാസം മുൻപാണ് ഇവിടെ നവജാത ശിശുവിനെ വിറ്റതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് പ്രകാരമാണ് പുതിയ അന്വേഷണം. സംഭവത്തിൽ മറ്റിടങ്ങളിലും സമാന രീതിയിൽ ശിശുക്കടത്ത് നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്നാൽ പരാതിക്കാരില്ലാത്തത് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും തുടർ നടപടി. പ്രതികളെ നാളെ കസ്റ്റഡിയിൽ കിട്ടുമെന്നാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെ വന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. ഇതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ തൊടുപുഴ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യും. ഈരാറ്റുപേട്ടയിലെ കേസിൽ പ്രതികൾ താമസിച്ചിരുന്ന വീട്ടിലുൾപ്പെടെ തെളിവെടുപ്പുണ്ടാകും. 6 മാസം മുൻപ് വരെ പ്രതികൾ ഈരാറ്റുപേട്ട നഗരത്തിലെ നടക്കലിലാണ് താമസിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തട്ടിപ്പിനായി താമസ സ്ഥലം മാറ്റുന്നതായിരുന്നു പ്രതികളുടെ രീതി. കേരളത്തിന് പുറത്തുൾപ്പെടെ സമാന തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭ്യമായ വിവരം. തട്ടിപ്പിന്റെ ആസൂത്രകരെയും ഇടനിലക്കാരെയും കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കോട്ടയം. മഴ ശക്തമായതോടെ കവർച്ചാ സംഘങ്ങൾ നാട്ടിൽ വിലസുന്നുണ്ട്. പാലക്കാട് പലയിടത്തും മോഷണം തുടർക്കഥയാണ്.
കല്ലേക്കുളങ്ങരയിൽ വീടുകളുടെ പൂട്ട് തകർത്തായിരുന്നു കവർച്ചാശ്രമം. പോലീസ് എത്തിയെങ്കിലും കയ്യെത്തും ദൂരത്ത് നിന്ന് കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മോഷണശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ പെട്ടിക്കടയിലാണ് മോഷണം നടന്നത്. പാലക്കാട് കല്ലേക്കുളങ്ങരയിൽ പുലർച്ചെയാണ് 2 വീടുകളിൽ കള്ളൻ കയറിയത്. മാസങ്ങളായി ആൾതാമസമില്ലാത്ത വീടുകളിലാണ് വാതിലിന്റെ പൂട്ട് തകർത്ത് വീടിനകത്തു കയറിയത്. മോഷണം നടന്ന വീടിന്റെ അയൽവാസി പുലർച്ചെ എഴുന്നേറ്റപ്പോൾ ആൾതാമസമില്ലാത്ത അടുത്ത വീട്ടിൽ വെളിച്ചം കണ്ടു. മതിലിന് മുകളിൽ ഒരു ബാഗ് ഇരിക്കുന്നതും കണ്ടു. തുടർന്ന് തൊട്ടടുത്ത അയൽവാസിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷം നോക്കുമ്പോൾ ബാഗ് കാണുന്നില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോൾ തൊട്ടടുത്ത് ആൾതാമസമില്ലാത്ത മറ്റൊരു വീട് കൂടിയുണ്ടെന്ന് കാണുന്നു. അവിടെ നോക്കിയപ്പോൾ വാതിലിന്റെ പൂട്ട് പൊളിച്ചതായി കണ്ടു. കള്ളൻ വീടിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി പോലീസും നാട്ടുകാരും ഓടിയെത്തി വാതിൽ അടയ്ക്കുമ്പോഴേക്കും ശബ്ദം കേട്ട കള്ളൻ ഓടുകയായിരുന്നു. പോലീസും നാട്ടുകാരും പുറകെ ഓടി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കള്ളൻ രക്ഷപ്പെടുകയായിരുന്നു. വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ലെന്നാണ് നിഗമനം. ഇന്നലെ ഒരു നടന്ന സംഭവം, പെട്ടിക്കട കടയിലുള്ള സാധനങ്ങളെല്ലാം ആരോ കള്ളന്മാർ കൊണ്ടിരിക്കുക. നമ്മളെ ഈ അവസ്ഥ കണക്കിലെടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ താഴ്മയോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ പൂട്ട് പൊളിച്ചിട്ട് സാധനങ്ങളെല്ലാം വാരി വെച്ച് കൊണ്ടുവരുന്നു. ഒരു 50,000 രൂപയുടെ മുതലുണ്ടായിരുന്നു, ഒക്കെ കൊണ്ടുപോയി. ഇയാളാണെങ്കിൽ സുഖമില്ലാത്ത ഒരാളാണ്, ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചു പോണത്. അത് എല്ലാം വാരി വെച്ച് കൊണ്ടുപോയി. അയാൾക്ക് മരുന്നിനും എനിക്ക് എല്ലാം കൂടെ ഞങ്ങൾ ജീവിച്ചു പോണ ഈ ഒരു കട കൊണ്ടാണ്. കുമരംപുത്തൂർ പയ്യനടം കാവിന് പരിസരത്തെ വികലാംഗനായ തിരുമേനിയുടെ പെട്ടിക്കടയിലായിരുന്നു മോഷണം. ഇന്നലെ രാത്രി കട കുത്തിപ്പൊളിച്ച് കടയിലുണ്ടായിരുന്ന പണവും സിഗരറ്റ് അടക്കമുള്ളവയും മോഷ്ടിച്ചു. 10 വർഷമായി കുമരംപുത്തൂർ പഞ്ചായത്ത് നൽകിയ പെട്ടിക്കട നടത്തിയാണ് തിരുമേനിയും കുടുംബവും ജീവിക്കുന്നത്. ആ കടയിലാണ് ഇപ്പോൾ മോഷ്ടാക്കളെത്തി സർവ്വവും കവർന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. എത്ര കള്ളു കുടിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, വാഹനം ഓടിക്കാൻ ഒരു കുഴപ്പമില്ല. എല്ലാ കള്ളുകുടിയന്മാർക്കും ഇങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലേ? എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് ഓർമ്മ വേണം കേട്ടോ. മദ്യം ഡ്രൈവിങ്ങിനെ ബാധിക്കുമെന്നതുകൊണ്ടാണ് മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് പറയുന്നത്. കാസർഗോഡ് പരപ്പയിൽ മദ്യലഹരിയിൽ അപകടകരമാം വിധം ജീപ്പ് ഓടിച്ചു വന്ന തമിഴ്നാട് സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ധർമ്മപുരി സ്വദേശി ശ്യാംരാജിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരപ്പയിലാണ് സംഭവം. മദ്യലഹരിയിൽ കിലോമീറ്ററുകളോളം വാഹനമോടിച്ചു വന്ന തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ഡി ശ്യാംരാജിനെ വെള്ളരിക്കുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മദ്യലഹരിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള ഇയാളെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ടയർ പൊട്ടിയ നിലയിലുള്ള വാഹനത്തിൽ കിലോമീറ്ററുകളോളമാണ് ഇയാൾ യാത്ര ചെയ്തിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. തുടർന്നാണ് നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി വിവരം പോലീസിനെ അറിയിച്ചത്. വെള്ളരിക്കുണ്ട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാൾക്കെതിരെ മദ്യലഹരിയിൽ അശ്രദ്ധയിലും അജാഗ്രതയിലും മനുഷ്യജീവന് അപകടം വരുത്തക്ക രീതിയിൽ വാഹനം ഓടിച്ചെന്ന കുറ്റത്തിന് BNS-ലെ 281, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 185 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് സൗത്തിലും സമാനമായ സംഭവമുണ്ടായി. മദ്യലഹരിയിൽ കാർ നടുറോഡിൽ നിർത്തിയിട്ട സംഭവത്തിൽ ഒരാളെ ഹോസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 1:30 മണിയോടെയായിരുന്നു സംഭവം. പോലീസ് എത്തിയപ്പോൾ വാഹനം ഓടിക്കാൻ കഴിയാതെ കാർ ലോക്ക് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റിൽ അബോധാവസ്ഥയിലായിരുന്നു ഡ്രൈവർ. ഏറെ നേരത്തിന് ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനായത്. 6 വരി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായ ഇതിലൂടെ അതിവേഗതയിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് വലിയൊരു അപകടം ഒഴിവായത്. വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
ന്യൂസ് 18 കാസർഗോഡ്. നിയമം ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ചില നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അത് പാലിക്കാൻ വേണ്ടിയല്ലേ. എന്നാൽ ഇതൊന്നും എനിക്ക് ബാധകമല്ലെന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. മലപ്പുറം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലൂടെ സ്കൂട്ടർ ഓടിച്ചയാളെ ഷൊർണൂർ റെയിൽവേ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. പാലക്കാട് തിരുവേഗപ്പുറ സ്വദേശി കുഞ്ഞുമോനെയാണ് ബുധനാഴ്ച RPF പിടികൂടിയത്. ചൊവ്വാഴ്ച വൈകിട്ട് 3:30 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് മറ്റ് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ കുഞ്ഞുമോൻ സ്കൂട്ടർ ഓടിച്ചത്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ വാഹന പാർക്കിംഗ് സ്ഥലത്തു കൂടിയാണ് പ്ലാറ്റ്ഫോമിലേക്ക് സ്കൂട്ടർ കയറ്റിയത്. തുടർന്ന് പ്ലാറ്റ്ഫോമിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടിച്ചു. പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്തെത്തുമ്പോഴേക്കും യാത്രക്കാർ ചോദ്യം ചെയ്തതോടെ സ്കൂട്ടറുമായി പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കുഞ്ഞുമൊയ്തീൻ തിരികെ പോയി. ഈ ദൃശ്യങ്ങൾ യാത്രക്കാരിൽ ചിലർ പകർത്തി സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചതോടെയാണ് RPF രംഗത്തിറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് സ്കൂട്ടറിന്റെ നമ്പർ ലഭ്യമായതോടെ ഉടമയെ തിരിച്ചറിയുകയായിരുന്നു. ബുധനാഴ്ച കുഞ്ഞുമൊയ്തീനെ ഷൊർണൂർ RPF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ താൻ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് വരികയായിരുന്നുവെന്ന മറുപടിയാണ് കുഞ്ഞുമൊയ്തീൻ നൽകിയത്. അനധികൃതമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. 1 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പ്ലാറ്റ്ഫോമിലൂടെ വാഹനം ഓടിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിതെന്ന് റെയിൽവേ സുരക്ഷാ സേന അധികൃതർ അറിയിച്ചു. കുഞ്ഞുമൊയ്തീന് ജാമ്യം നൽകി വിട്ടയച്ചെങ്കിലും വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി ബിവറേജസ് ഔട്ട്ലെറ്റ് വളപ്പിനുള്ളിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. തണ്ണീർമുക്കം സ്വദേശി വിഷ്ണു സന്തോഷ്, അരൂക്കുറ്റി സ്വദേശി അനുരാഗ് സുരേഷ് എന്നിവരും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണ് പിടിയിലായത്. നടി ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ ഹസന്റെ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രോസിക്യൂഷനോട് വിശദീകരണം തേടിയാണ് നോട്ടീസ്. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം. സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. സന്ദീപ് നായർ, സരിത്, സ്വപ്ന സുരേഷ് എന്നിവരും പ്രതികളാണ്. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വിവാദ പരാമർശത്തിൽ RSS അനുഭാവി TG മോഹൻദാസിനെതിരെ പ്രതിഷേധം ശക്തം. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൂടി ലഭിച്ചു. CPI മട്ടാഞ്ചേരി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ജലീലാണ് പരാതി നൽകിയത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻദാസ് മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നാണ് സൂചന. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ IAS ഉദ്യോഗസ്ഥൻ ശ്രീരാം വെങ്കിട്ടരാമൻ മദ്യലഹരിയിൽ കാറിടിച്ചു കൊന്ന കേസ് അട്ടിമറിക്കാൻ നീക്കം. തിരുവനന്തപുരം 4-ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അടുത്ത മാസം 1-ന് വിചാരണ ആരംഭിക്കാനിരിക്കെ പ്രോസിക്യൂട്ടറുടെ മാറ്റമുൾപ്പെടെ കേസിനെ ബാധിക്കുമെന്നാണ് ആശങ്ക. കുംഭമേള വൈറൽ പെൺകുട്ടിയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവിനെ വിമർശിച്ച് ഹൈക്കോടതി. പെൺകുട്ടിയെ മധ്യപ്രദേശ് പോലീസിന് കൈമാറണമെന്ന് ഉത്തരവിറക്കാൻ എന്ത് അധികാരമാണ് കമ്മീഷനുള്ളത്? കമ്മീഷന്റെ ഉത്തരവ് ജീവിക്കാനുള്ള അവകാശത്തെ പ്രഥമദൃഷ്ട്യാ ബാധിക്കുന്നതാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധികാര പരിധിയിൽ സംശയമുണ്ട് എന്നും ഹൈക്കോടതി. വളാഞ്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട. വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാട്ടുമല്ലിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. പശ്ചിമബംഗാൾ സ്വദേശി സുമൻ ദാസാണ് പിടിയിലായത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരാൾ ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾ 1980-കൾക്ക് ശേഷം ജനിച്ചവരാണോ? കുട്ടിക്കാലത്ത് കുറേ കഷ്ടപ്പാടുകളും മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ നല്ല അടിയും വഴക്കുമൊക്കെ കേട്ടു വളർന്നവരാണല്ലേ? ആ അനുഭവങ്ങൾ പലർക്കും ഒരു പാഠപുസ്തകമാണ്. ആ കാലത്ത് ജനിച്ചവരൊക്കെ ഇപ്പോൾ മാതാപിതാക്കളായി, കൗമാരക്കാരുടെ അച്ഛനമ്മമാർ. ഇപ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ? ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ കാലമാണ്. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും മക്കൾക്കുണ്ടാകരുതെന്നാണ് പലരും ചിന്തിക്കുന്നത്. കുട്ടികളോട് കർശനമായി പെരുമാറുന്നതിന് പകരം സുഹൃത്തുക്കളെ പോലെയാണ് ഇടപഴകുന്നത്. അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. എന്നാൽ ഇക്കാലത്ത് പേരന്റിങ്ങിൽ ചില പിഴവുകൾ സംഭവിക്കുന്നില്ലേ? കുട്ടികൾ വാശി പിടിക്കുമ്പോഴും വഴക്കിടുമ്പോഴും സൗമ്യമായി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന ജെന്റിൽ പേരന്റിംഗ് രീതി പല മാതാപിതാക്കൾക്കും അമിത ഭാരമായി തോന്നി തുടങ്ങി. കുട്ടികൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന,
അവർക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകുന്ന രീതി നാളെ നിങ്ങൾക്കൊരു ബാധ്യതയാകരുത് കേട്ടോ. കുട്ടികൾ ജീവിതം ആസ്വദിക്കട്ടെ, പക്ഷേ മക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ അല്പം ജാഗ്രത വേണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.